ഒരു ബിരിയാണി വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ വിലക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയാലോ? ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അത്തരത്തിലുള്ള സ്പീക്കറാണ്. അതോടൊപ്പം ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം ഈ വീഡിയോയിലുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എന്തിനാണ് രണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ എന്നല്ലേ? അപ്പം അതൊക്കെ ഈ വീഡിയോയിലുണ്ട്. എന്തുകൊണ്ട് ഞാൻ രണ്ട് സ്പീക്കർ തിരഞ്ഞെടുത്തു, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. എനിക്ക് ഈ സ്പീക്കർ കിട്ടിയത് വെറും 100 രൂപക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരു ബിരിയാണിക്കാനും കുറഞ്ഞ പൈസയ്ക്ക് നമുക്കൊരു സ്പീക്കർ അല്ലേ. സ്പീക്കർ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഈ സ്പീക്കറിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ബ്ലൂടൂത്ത്, FM, USB, SD കാർഡ്, ഹൈഫൈ, TWS. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്തുകൊണ്ട് രണ്ട് സ്പീക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഏതായാലും നമുക്കിതിവിടെ വെക്കാം, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു സ്പീക്കറുണ്ട്, അതോടൊപ്പം അതിൻ്റെ ഉള്ളൊരു മൈക്രോ USB ചാർജിങ് കേബിളുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പീക്കർ. അപ്പോൾ എന്തുകൊണ്ട് രണ്ട് സ്പീക്കർ വാങ്ങിച്ചു എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടോ? ഇനിയും മനസ്സിലാകാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഈ കൺട്രോൾ സ്വിച്ച് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ സ്പീക്കർ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാം, അതോടൊപ്പം ബാക്ക് സൈഡിൽ സ്പീക്കർ ഗ്രില്ല് കാണാം. അപ്പോൾ ഇവിടെയാണ് സ്പീക്കർ. അതോടൊപ്പം ഇവിടെ കൺട്രോൾസ് കാണാം, ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അതോടൊപ്പം മൈക്രോ USBയുടെ ഒരു പോർട്ടുണ്ട്, പിന്നെ USB സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി USBൻ്റെ ഒരു പോർട്ടുണ്ട്, പിന്നെ SD കാർഡ് ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ മോഡൽ നമ്പർ, പിന്നെ മോഡ് ബട്ടൺ, നെക്സ്റ്റ്, പ്രീവിയസ്, അതോടൊപ്പം തന്നെ പ്ലേ പൗസ്, പിന്നെ TWS, പിന്നെ ഒരു LED സ്വിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൺട്രോൾസ്. നമുക്ക് ഏതായാലും ഈ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലേ. ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഓൺ ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്പീക്കർ. അപ്പോൾ രണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് കാണാം അല്ലേ LED സ്ട്രിപ്സ്. പെട്ടെന്നൊരു സൗണ്ടും കേട്ടല്ലേ. അപ്പം പേടിക്കണ്ട, ഈ രണ്ട് സ്പീക്കേഴ്സ് പരസ്പരം ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ട് രണ്ട് സ്പീക്കേഴ്സ് വാങ്ങിയത്. അതായത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു TWS സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്പീക്കറാണിത്. അപ്പം TWSൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്ട് ചെയ്തു. ഇത് ഓൾറെഡി പെയർ ചെയ്തതാണ് ഇങ്ങനെ വന്നത്. അഥവാ നിങ്ങൾക്ക് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് TWS ബട്ടൺ 2 പ്രാവശ്യം ഞെക്കിയാൽ മതി, അപ്പോഴേക്കും ഇത് പരസ്പരം പെയർ ആയിക്കോളും. അപ്പം TWSൽ രണ്ടും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താലോ? ഏതായാലും ബ്ലൂടൂത്ത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അവൈലബിൾ ഡിവൈസസ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും BT സ്പീക്കർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ നെയിം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പെയർ റിക്വസ്റ്റ് വന്നു, പെയർ ചെയ്യാം. അപ്പം ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ കണക്റ്റ് ആയതിനു ശേഷം ഇതിൻ്റെ LED ലൈറ്റ്സ് ഉണ്ടല്ലേ പരസ്പരം മാറുന്നത്, നമുക്ക് ഈ LED ലൈറ്റ്സിൻ്റെ ഡിസൈനുകൾ മാറ്റാം. ഞാൻ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് LED ഡിസൈൻസ് ഇങ്ങനെ വരുന്നതാണ്. ഒന്നിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പുറത്തും ഓട്ടോമാറ്റിക്കലായിട്ട് മാറും, കാരണം ഇത് പരസ്പരം പെയർഡ് ആയതുകൊണ്ടാണ്. ഏതായാലും നൈറ്റിലായിരിക്കും ഇത് കുറച്ചും കൂടെ നല്ല രസം ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഏതായാലും ഇത് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്തിൽ സോങ് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് TWS എന്ന് കൂടി പറയാം. TWS ട്രൂ വയർലെസ് സ്റ്റീരിയോൻ്റെ ഷോർട്ട് ഫോമാണ് ഈ TWS ടെക്നോളജി. എനിക്കൊന്ന് ഇയർപോഡ്സിലാണ് ആദ്യമായിട്ട് വന്നത് അല്ലേ. പണ്ട് നെക്ക് ബാൻഡ് ഇയർഫോൺസ് ആയിരുന്നു നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വന്നതോടുകൂടി ആ ടെക്നോളജി കുറച്ചും കൂടെ ചീപ്പായി. അങ്ങനെ ചീപ്പായി നമുക്ക് ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു സ്പീക്കറിൽ TWS എനേബിൾഡ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് TWS എനേബിൾഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കറിയാം ചീപ്പായിട്ടുള്ള ഒരു സ്പീക്കർ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോയിലായിരിക്കും അല്ലേ. മിക്കവാറും സോങ്സുകളെല്ലാം സ്റ്റീരിയോയിലായിരിക്കും കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ നല്ല പാട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റീരിയോ എഫക്റ്റിൽ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ആ പാട്ടിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ വാങ്ങുന്ന മിക്ക സ്പീക്കറും TWS എനേബിൾഡ് ആയിട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ആ മോണോ ചാനലിലായിരിക്കും നമ്മളത് കേൾക്കുക. അതുകൊണ്ട് ആ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നമുക്ക് വിചാരിച്ച അത്ര എൻജോയബിൾ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും TWS എനേബിൾഡ് ആയിട്ടുള്ള സ്പീക്കർ തിരഞ്ഞെടുക്കാം. പിന്നീട് ഇതിൻ്റെ ഫീച്ചറാണ് LED ലൈറ്റ്സ്.
അപ്പോൾ എന്തിനാണ് LED സ്ട്രിപ്സ് എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ആ പാട്ടിനൊരു നല്ല വൈബ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ LED സ്ട്രിപ്സ് ആ പാട്ടിനനുസരിച്ച് അതിന് നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ള വൈബും കൂടി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ LED സ്ട്രിപ്സ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മാറുകയുള്ളൂ അതോ പാട്ടിനനുസരിച്ച് ഈ LED ലൈറ്റ്സുകൾ ഡാൻസ് ചെയ്യുമെന്നൊക്കെ നമുക്ക് നോക്കാം. നോർമലി ബ്ലൂടൂത്ത് മോഡിലായിരിക്കും ഇത് ഓൺ ചെയ്യുമ്പോൾ വരുന്നത് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ മോഡ് നോക്കാം. ഇത് FM മോഡാണ്. അപ്പോൾ ഇതാണ് FM മോഡ്. FM മോഡിൽ നമുക്ക് റേഡിയോ സ്റ്റേഷൻസ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യാം. അപ്പം ഈ പ്ലേ ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ ഈ പ്ലേ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് റേഡിയോ സ്റ്റേഷൻ സ്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റേഷൻസ് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നുണ്ട്. ഇതിന് കുറച്ചും കൂടെ സിഗ്നൽ ഇടുന്നുണ്ടെങ്കിൽ നോർമലി സിഗ്നൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സിഗ്നൽ കുറച്ചും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ USB നമുക്ക് അപ്പോൾ ഇതിപ്പം ഇതിൻ്റെ സിഗ്നൽ കൂടി കാരണം നമ്മൾ ജസ്റ്റ് USB പോർട്ടിൽ ഇത് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് FM മോഡ്. പിന്നെ ലൈൻ ഇൻ ഉണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് ഓക്കെ, നമ്മൾ വീണ്ടും ബ്ലൂടൂത്ത് മോഡിലേക്ക് വന്നേക്കാണ്. വീണ്ടും TWS കണക്റ്റായി. ഇനി നമുക്ക് ബ്ലൂടൂത്തിലൊന്ന് കുഴപ്പമില്ല കേട്ടോ, സൗണ്ട് വിചാരിച്ച അത്ര മോശമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ സോങ്ങിനനുസരിച്ച് തന്നെ ഈ LED ലൈറ്റ്സും അതനുസരിച്ച് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ വേവ് ലെങ്തിനനുസരിച്ച് ഇതും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രസമുള്ളൊരു ഫീലായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള സ്റ്റീരിയോ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും തമ്മിൽ നല്ല വൃത്തിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതായാലും ഇത് TWS ആണെന്ന് പറയുന്നല്ലേ ഉള്ളൂ. നമുക്ക് ഇത് എക്സാക്ട്ലി സ്റ്റീരിയോ എഫക്റ്റ് തരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും സ്റ്റീരിയോ ടെസ്റ്റ് ഞാൻ ചെയ്യാൻ പോകണം. You should be hearing this out of only the left side. You should be hearing this out of only the right side. You should be hearing this from both sides. Left, right. You should be hearing this out of only the left side. You should be hearing this from both sides. Left, right, both. മ്യൂസിക് മാത്രമല്ല, നമ്മളൊരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ മൂവി കാണുമ്പോൾ മൂവി എക്സ്പീരിയൻസ് ഒക്കെ സ്റ്റീരിയോ എഫക്റ്റിൽ നമുക്ക് മൂവീസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. പക്ഷേ ബേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം സ്റ്റീരിയോ ടെസ്റ്റൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ തീരെ പോരാൻ തന്നെ പറയാം. ഒട്ടും ബേസ് ഇല്ല. എനിക്കൊന്ന് ചെറിയൊരു ഡ്രൈവറും അതോടൊപ്പം തന്നെ ഈ 100 രൂപയ്ക്ക് അവർ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വളരെ ചെറിയ ചീപ്പ് റേറ്റുള്ള ഒരു സ്പീക്കറായിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ ട്രെബിളും ഓക്കെയാണ്. പക്ഷേ ട്രെബിൾ അത്യാവശ്യമുണ്ട്, എന്നാൽ ബേസ് ഒട്ടും തന്നെ ഇല്ലയെന്ന് പറയാം. അത്യാവശ്യം ബേസുള്ള പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നല്ലാതെ. അപ്പോൾ ഈ സ്പീക്കർ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊന്ന് എന്താണ് ഈ ചെറിയ ബേസിക്ക് അവർ എങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്യുന്നു കാണുന്ന എന്തായാലും വലിയൊരു ആഗ്രഹമുണ്ട്. ഏതായാലും നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിൻ്റെ ഒരു സ്പീക്കർ നമുക്കൊന്ന് അഴിച്ചു നോക്കാം അല്ലേ. ഏതായാലും ഒരു സ്ക്രൂ ഡ്രൈവർ ഞാൻ എടുത്തിട്ടുണ്ട്.
സ്റ്റാർ ഷേപ്പിലുള്ള സ്ക്രൂ ഡ്രൈവർ അതിന് വേണ്ട. നമുക്ക് ഏതായാലും സ്വിച്ച് ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് അഴിക്കാം. അപ്പോൾ പുറകിലെ 6 സ്ക്രൂസ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചൈനയുടെ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ഊരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചെറിയൊരു സോൾഡറിങ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അധികം വയറൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ ബോർഡിൽ നിന്ന് വയറെല്ലാം സോൾഡർ വിട്ടു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സ്ക്രൂ നമ്മൾ ഊരി, ഇനി രണ്ടാമത്തെ സ്ക്രൂ ഊരി, ഇനി മൂന്നാമത്തെ കൂടെ നമ്മൾ ഊരാം. വലിയ പാടൊന്നുമില്ല. ചില സമയത്ത് ഈ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ ത്രെഡ് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്തതും കൂടെ നമുക്ക് വരാം. ഏതായാലും ഇത്ര ചെറിയ പൈസയ്ക്ക് ഒരു മാനുഫാക്ചർ ചെയ്ത് അതായത് സ്പീക്കറും ബോർഡും ബ്ലൂടൂത്തിൻ്റെ ചിപ്പും USB സപ്പോർട്ടും FM റേഡിയോയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഏതായാലും ഇവരുടെ ബോർഡ് ഏതായാലും എനിക്കൊന്ന് കാണണം. കാരണം ഇത്ര ചെറിയ പ്രൈസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് നമ്മൾ നാട്ടിൽ പപ്പട കച്ചവടം അല്ലെങ്കിൽ അച്ചാർ കച്ചവടം എല്ലാം ചെയ്യുന്നത് നമ്മൾ ചെറുകിട വ്യവസായങ്ങൾ. അതേപോലെ ചൈനയിൽ ഇലക്ട്രോണിക്സ് ആണ് ഇവർ കച്ചവടം ചെയ്യുക. അപ്പം അങ്ങനെ നമ്മുടെ സ്പീക്കർ യൂണിറ്റ് ഊരിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യാം. എന്തായാലും ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, ഞാൻ ഇത് പിന്നെ കാണിക്കാം. ഫസ്റ്റ് ഈ കാണുന്നത് LED ഡിഫ്യൂസറാണ്. അപ്പം നോർമൽ ഒരു LED സ്ട്രിപ്പ് ആ ഡിഫ്യൂസ് ചെയ്തിട്ട് നല്ല വർണ്ണാഭമായിട്ടുള്ള കളറിൽ കിട്ടുന്നത് ഈ ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്ക് സൈഡ് ഡാർക്കാണ്, ഫ്രണ്ട് സൈഡും ഡാർക്കാണ്, വൈറ്റ് കളറല്ല, ഡാർക്കായിട്ടുള്ള ഒരു ഡിഫ്യൂസർ. ഇനി നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ഇതിൻ്റെ ഉൾഭാഗം അല്ലേ, അപ്പോൾ അതും കൂടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ്. ഈ കാണുന്നത് LED സ്ട്രിപ്പാണ്. കാണാം 1 2 3 4 5 LED സ്ട്രിപ്സ് ഇതിലുണ്ട്. അതോടൊപ്പം ഇതാണ് നമ്മുടെ സ്പീക്കർ, ഒരു കുഞ്ഞൻ സ്പീക്കർ. അതോടൊപ്പം ഒരു ലിഥിയം അയണിൻ്റെ ബാറ്ററിയാണിത്, ലിഥിയം അയൺ ബാറ്ററി. പിന്നെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ചിപ്പ്, ബ്ലൂടൂത്ത് മാത്രമല്ല ബ്ലൂടൂത്ത് FM എല്ലാം ഈ കുഞ്ഞൻ ചിപ്പിലാണ്. ഏതായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും അടിപൊളി ബോർഡും കാര്യങ്ങളൊക്കെയാണ്. കാരണം ചൈനയുടെ സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ കാണാമല്ലേ, ചെറിയ സോൾഡറിങ്ങും ഒരു ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ച പോലത്തെ ആയിരിക്കും സോൾഡറിങ്. പക്ഷേ ഇതെല്ലാം ക്ലിപ്പ് സംഭവങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഓരോ ക്ലിപ്പ് നോക്കാം. ഇത് LED സ്ട്രിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പാണിത്. അതോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് കാണുന്നത് സ്പീക്കറിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് ബാറ്ററിയുടെ. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഇവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇത് ഇനി വീണ്ടും റിമൂവ് ചെയ്ത് കൊളാക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് LED സ്ട്രിപ്പിൻ്റെ ബോർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ സ്ക്രൂവും ആ സ്ക്രൂവും തമ്മിൽ മിക്സായി പോകണ്ട. അങ്ങനെ LED സ്ട്രിപ്പ് ഇപ്പോൾ ഇതാണ് നമ്മുടെ LED സ്ട്രിപ്പ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലേ, LED സ്ട്രിപ്പ് എങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യണം. ഇതിപ്പം ഊരികൊണ്ട് കുറച്ച് പാടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ LED സ്ട്രിപ്പ്. അപ്പം ഇങ്ങനെയുള്ള LED സ്ട്രിപ്പ് ഡിഫ്യൂസർ വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും സ്ട്രിപ്പ് കൊള്ളാം. അപ്പോൾ ഈ സ്ട്രിപ്പിന് തന്നെ ഏകദേശം എനിക്ക് അത്ഭുതം തോന്നി 100 രൂപയ്ക്ക് എങ്ങനെ ഇവർ ഇതെല്ലാം അസംബിൾ ചെയ്തെടുക്കുന്നതാണ്. ഏതായാലും സ്ട്രിപ്പിൻ്റെ ക്വാളിറ്റിയും കുഴപ്പമില്ല. ഏതായാലും നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്പീക്കർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ 2 സ്ക്രൂസും നമ്മൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ സ്പീക്കർ യൂണിറ്റ്. 5 വാട്ട്സാണ് ഇവർ പവർ പറയുന്നത്. അപ്പോൾ 5 വാട്ട്സിൻ്റെ ഒരു പേരൊന്നും ഇല്ലാത്തൊരു സ്പീക്കർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സാധനം ചെറുതായിട്ട് വിറക്കുന്നുണ്ട്. ഏതായാലും ഓക്കെ, സ്പീക്കർ കണ്ടു. അപ്പം ഇതിൻ്റെ ഇൻസൈഡ് നമ്മൾ കണ്ടില്ലേ, ഇത് ലിഥിയം അയൺ ബാറ്ററിയാണ്. അതുപോലെ തന്നെ സ്പീക്കർ യൂണിറ്റ് ഇതുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോയിൽ ഞാൻ ഏതായാലും ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളും ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ വലിയ സ്പീക്കറിലേക്ക്, അതായത് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള സ്പീക്കറിലേക്ക് വെച്ചിട്ട് ഒരു TWS സ്പീക്കർ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും അസംബിൾ ചെയ്തിട്ട് വീണ്ടും കാണാം. ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മുടെ സ്പീക്കർ വീണ്ടും അസംബിൾ ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല. സാധാരണ ചൈനീസ് സ്പീക്കർ നമുക്കറിയാലോ, നമുക്കറിയാലോ
ഒന്ന് ഊരിയിട്ട് പിന്നെ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ സ്പീക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്പീക്കറിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയ സ്പീക്കറാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് അലിബാബയിലോ അല്ലെങ്കിൽ ബാൻഗുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ സ്പീക്കേഴ്സ് കിട്ടും. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷേ അതിൽ അവൈലബിൾ ആണ്, പക്ഷേ വേറെ മോഡലാണ്, അതോടെ തന്നെ പ്രൈസും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഏതാണ്? അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അതോടൊപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത് 2 മണിക്കൂറൊക്കെയാണ് മാക്സിമം കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കറിലെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? FM റേഡിയോ ഉണ്ടോ? TWS ഉണ്ടോ? അതോ TWSൻ്റെ ആവശ്യമുണ്ടോ? അതോടൊപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന സ്പീക്കേഴ്സും കൂടെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.